ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി കപ്പപ്പുഴുക്കാണ്. കേരള സ്റ്റൈലിൽ നല്ല നാടൻ രീതിയിൽ റെഡിയാക്കിയെടുക്കുന്ന നല്ല ടേസ്റ്റുള്ള കപ്പപ്പുഴുക്ക്. നല്ലൊരു മുളകിട്ട മീൻ കറിയോ ചിക്കൻ കറിയോ ബീഫ് കറിയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള കപ്പപ്പുഴുക്കാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് റെഡിയാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കപ്പ വേവിക്കാൻ വെക്കുന്നത് കുക്കറിലാണ്. കുക്കറിൽ വെക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങളുടെ അടുത്തുള്ള ഏത് പാത്രത്തിൽ വെച്ചിട്ടും കപ്പ വേവിക്കാം. നന്നായി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ആവശ്യം വരില്ല. ആ ഒരു കപ്പയുടെ പകുതിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഈ ഒരു കപ്പ വേവിക്കുന്നത്. ഇനി നിങ്ങൾ മഞ്ഞ കളറിലല്ല കപ്പപ്പുഴുക്ക് റെഡിയാക്കുന്നതെങ്കിൽ ഈ സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണ്ട. ഓരോ കപ്പയ്ക്ക് അനുസരിച്ചും വേവ് വ്യത്യാസമായിരിക്കും. അപ്പോൾ കപ്പ എന്ന് മാത്രമല്ല, പലയിടങ്ങളിലും മരച്ചീനി, ചീനി എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇതൊരു 3 വിസിലിന് ശേഷം ഈ ഒരു കപ്പ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടുന്ന കപ്പ പോലെ ഇരിക്കും അതിൻ്റെ വേവൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു വിസിൽ പറയാൻ പറ്റില്ല. അതുപോലെ നല്ല പഞ്ഞി പോലെ വേവുന്ന കപ്പയാണെങ്കിൽ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതല്ലാതെ ഒരു വാട്ടർ കണ്ടൻറ്റുള്ള കപ്പയാണെങ്കിൽ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കിയാൽ ഒരുപാട് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും പഞ്ഞി പോലുള്ള കപ്പയാണെന്നുണ്ടെങ്കിൽ കപ്പപ്പുഴുക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാൻ വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 1 കപ്പ് ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിലാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ തേങ്ങയുടെ 1 മുറി തേങ്ങ ചേർക്കാം. ഇനി അതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കപ്പയ്ക്ക് ആയതുകൊണ്ട് തന്നെ വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതാണ്. ഒരു 5 6 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം വലിപ്പത്തിലുള്ള 6 ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പച്ചമുളകിന് പകരമായിട്ട് കാന്താരി മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. അടിപൊളി ടേസ്റ്റാണ് കാന്താരി മുളക് ചേർത്ത് കൊടുത്താൽ. അപ്പോൾ ഈ ഒരു പച്ചമുളക് വലുതാണെന്നുണ്ടെങ്കിൽ ഒന്നങ്ങ് 2ആയി കീറിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ക്യുമിൻ പൗഡർ, അല്ലാന്നുണ്ടെങ്കിൽ നല്ല ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഹോളായിട്ടുള്ളതും ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെള്ളം കൂടി ചേർത്തതിന് ശേഷം ഒന്ന് ഒതുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളം ചേർക്കാതെ ഒതുക്കിയെടുക്കണ്ട. ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം മതി, ഒരുപാട് ആവരുത്. ഏകദേശം ഈ ഒരു ടെക്സ്ചറിൽ തേങ്ങ ഇതുപോലെ ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി കപ്പപ്പുഴുക്ക് റെഡിയാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു നാടൻ സ്റ്റൈലിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നാലാണ് ആ ഒരു ഫ്ലേവർ വരിക. ഇനി അതിലേക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ചൂടായ എണ്ണയായിരിക്കും. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്താൽ പ്രത്യേക ഒരു കളർ ഉണ്ടാവും കപ്പയ്ക്ക്. അതുപോലെ ആ ഒരു പച്ച കുത്തൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഉറപ്പായിട്ടും അരപ്പിൽ ചെറിയൊരു വാട്ടർ കണ്ടൻറ്റ് ഉണ്ടാവും, നമ്മൾ വെള്ളം ഒഴിച്ച് അരച്ചത് കൊണ്ട് തന്നെ. അതുകൊണ്ട് ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് വെക്കുന്ന സമയത്ത് സൂക്ഷിച്ച് മാത്രം ചെയ്യുക. നല്ലപോലെ ഒന്ന് പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഇടിച്ച മുളക് അല്ലെങ്കിൽ ചില്ലി ഫ്ലെക്സ്, ക്രഷ്ഡ് ചില്ലി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. തേങ്ങയുടെ പച്ചമണം ഒട്ടും മാറത്തുമില്ല. അപ്പോൾ ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കാം. കപ്പ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. നല്ലോണം വെന്തിട്ടുണ്ട്. 3 വിസിൽ കഴിഞ്ഞതിന് ശേഷം മുഴുവനായിട്ട് പ്രഷർ കുക്കറിൻ്റെ പ്രഷർ പോയതിന് ശേഷമാണ് തുറന്നിട്ടുള്ളത്. അപ്പോഴേക്കും ഈ ഒരു കപ്പ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഓരോരുത്തർക്കും കിട്ടുന്ന കപ്പ അനുസരിച്ചിരിക്കും അതിൻ്റെ വേവ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 3-4 വിസിലൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാം. ഇതിൽ കുറച്ച് വാട്ടർ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അതൊന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കപ്പപ്പുഴുക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കുന്നതാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ നല്ല ടേസ്റ്റിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കപ്പപ്പുഴുക്കാണ്. നല്ലൊരു മുളകിട്ട മീൻകറിയുടെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. ഞാൻ ഓൾറെഡി മുളകിട്ട മീൻകറി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ എല്ലാവരും അത് കണ്ട് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഒരു നാടൻ വിഭവമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നത്. അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും.
അതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതലുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഇനി നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോ ഇടുമ്പോൾ. അപ്പോൾ എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ ഇനിയും നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.